നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. RSPയും UDFും തമ്മിലുണ്ടാക്കിയ രാഷ്ട്രീയ ഐക്യം ജനം സ്വീകരിച്ചതിന്റെ തെളിവാണ് കൊല്ലത്തെ വിജയമെന്ന് NK പ്രേമചന്ദ്രൻ. കഴിഞ്ഞ 5 വർഷത്തിനിടെ LDF വേട്ടയാടിയ തന്നെപ്പോലൊരു ജനപ്രതിനിധി കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. എല്ലാ അർത്ഥത്തിലും LDF അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും കൊടിക്കുന്നിൽ. ആറന്മുളയിൽ വിമാനത്താവളം വരുന്നതിൽ പ്രദേശവാസികൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്ന മന്ത്രി അടൂർ പ്രകാശ്. ആന്റണിയുടെ വിജയം അതിന്റെ തെളിവെന്നും അടൂർ പ്രകാശ്. തെരഞ്ഞെടുപ്പ് ഫലം CPMന്റെ വല്യേട്ടൻ മനോഭാവത്തിന്റെ സംഭാവനയെന്ന് RSP. ഇടതുകക്ഷികൾ ബദൽ രാഷ്ട്രീയത്തിനായി ശ്രമിക്കണമെന്നും RSP. പത്തനാപുരം താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച. നിലവിലെ ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനെതിരായ ശക്തമായ നീക്കമെന്ന് കർമ്മസമിതി. വാർത്തകൾ വിശദമായി. പത്തനാപുരം താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച. നിലവിലെ ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനെതിരായ ശക്തമായ നീക്കമെന്ന നിലയിലാണ് കർമ്മസമിതി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അഴിമതിയുടെ കറപുരണാത്തവരുടെ സംഘമാണ് കർമ്മസമിതി പാനൽ. സമാജം ബൈലോ പ്രകാരം 2012 ഡിസംബറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് 1.5 വർഷത്തിനു ശേഷം ഞായറാഴ്ച നടക്കുന്നത്. ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 8 മുതലാണ് വോട്ടെടുപ്പ്. 100 കോടിയിലധികം രൂപയുടെ ആസ്തിയുള്ള താലൂക്ക് സമാജത്തെ നിലവിലെ ഭരണസമിതി വ്യാജരേഖ ചമച്ച് ചാരിറ്റബിൾ ട്രസ്റ്റായി മാസങ്ങൾക്ക് മുൻപ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് താലൂക്ക് സമാജം കർമ്മസമിതി രൂപീകരിച്ച് സാമൂഹിക പൊതുപ്രവർത്തകർ രംഗത്ത് വരികയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷനെ നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിനിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യാൻ നിലവിലെ ഭരണസമിതി ശ്രമം നടത്തിയതായി ആരോപണമുയർന്നു. 3 വർഷത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് താലൂക്ക് സമാജത്തിന്റെ ബൈലോ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായ സമീപനം സാമ്പത്തിക അഴിമതിക്കുള്ള ഭരണസമിതിയുടെ നീക്കമാണെന്ന് വ്യാപക ആരോപണവും ഉയർന്നു. ഈ സാഹചര്യത്തിൽ കർമ്മസമിതിയും നിലവിലെ ഭരണസമിതിയും ശക്തമായ പാനൽ അവതരിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കർമ്മസമിതി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരുടെയും വ്യാപാരി വ്യവസായികളുടെയും പാനൽ അവതരിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശക്തമായ പ്രചരണങ്ങൾക്കൊടുവിലാണ് ഞായറാഴ്ച താലൂക്ക് സമാജത്തിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 ചേരികൾ രൂപപ്പെട്ടതോടെ പോലീസ് സാന്നിധ്യത്തിലാകും വോട്ടെടുപ്പ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. RSPയും UDFും തമ്മിലുണ്ടാക്കിയ രാഷ്ട്രീയ ഐക്യം ജനം സ്വീകരിച്ചതിന്റെ തെളിവാണ് കൊല്ലത്തെ വിജയമെന്ന് NK പ്രേമചന്ദ്രൻ. വോട്ടർമാർക്ക് കിഴക്കൻ മേഖലയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നടത്തിയ റോഡ് ഷോയ്ക്കിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് തിളക്കമുള്ള വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകാൻ ഇടയായത്. അതോടൊപ്പം തന്നെ RSPയും UDFും തമ്മിലുണ്ടാക്കിയിട്ടുള്ള പുതിയ രാഷ്ട്രീയ ബന്ധം, പുതിയ രാഷ്ട്രീയ മുന്നണി ജനങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു എന്നുള്ളത് അവിതർക്കിതമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന് അനുരോധമായ നിലയിൽ പ്രവർത്തിച്ച മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോടും വോട്ടുകൾ നൽകി വിജയിപ്പിച്ച ബഹുമാന്യരായ സമ്മതിദായകരോടുമൊക്കെയുള്ള നന്ദി, കടപ്പാട് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തിരഞ്ഞെടുപ്പ് ഫലം CPMന്റെ വല്യേട്ടൻ മനോഭാവത്തിന്റെ സംഭാവനയെന്ന് RSP പുനലൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി M. നാസർ ഖാൻ. ഇടതുകക്ഷികൾ ബദൽ രാഷ്ട്രീയത്തിനായി ശ്രമിക്കണമെന്നും RSP നേതാവ്. ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുകോട്ടയായ പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ LDFനോട് ഒപ്പത്തിനൊപ്പമെത്തുക എന്നതായിരുന്നു UDFന്റെ ലക്ഷ്യം. ഇതിൽ വിജയിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗാളിൽ RSPക്ക് 1 സീറ്റ് പോലും ലഭിച്ചില്ലെന്നും ഇന്ത്യൻ പാർലമെന്റിൽ അതുകൊണ്ട് തന്നെ RSPയുടെ ശബ്ദം NK പ്രേമചന്ദ്രനിലൂടെ മാത്രമേ കേൾക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിൽ RSPയുടെ ശബ്ദം എന്ന് പറയുന്നത് NK പ്രേമചന്ദ്രനിലൂടെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ RSPയുടെ ശബ്ദം വരാൻ പോകും. ഇന്ത്യയിൽ CPIക്കും RSPക്കും നിലവിൽ 1 സീറ്റ് മാത്രമാണുള്ളതെന്നും ഇടതുകക്ഷികൾ വല്യേട്ടൻ മനോഭാവം ഉപേക്ഷിച്ച് ബദൽ രാഷ്ട്രീയത്തിന് വേണ്ടി ശ്രമിക്കാൻ പുനർവിചിന്തനം നടത്തണമെന്നും M. നാസർ ഖാൻ കൂട്ടിച്ചേർത്തു. ബംഗാളിൽ മത്സരിച്ച എല്ലാ സീറ്റുകളിലും LDFനോടൊപ്പം നിന്ന് മത്സരിച്ച എല്ലാ സീറ്റുകളിലും RSP പരാജയപ്പെട്ടു. CPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അധികാരത്തിൽ എത്താൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി
ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള തൃശൂർ എന്ന് പറയുന്ന ഒറ്റ സീറ്റ് കൊണ്ട് ഒതുങ്ങി. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 9 സീറ്റാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത്. അതുകൊണ്ട് ഈ കക്ഷികളെല്ലാം ഒരു ശക്തമായ പുനർചിന്തനത്തിന് ഇടവരുത്തണം, ഒന്ന് ചിന്തിക്കണം. ഇടതുപക്ഷ ബദൽ രാജ്യത്ത് കോൺഗ്രസിനോ BJPക്കോ ബദലായി വളർന്നു വരണമെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷ കക്ഷികളുടെ കൂട്ടായ പ്രവർത്തനം വേണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയേട്ടൻ മനോഭാവം അവസാനിപ്പിക്കണം. RSP രാഷ്ട്രീയമായി കേരളത്തിലെടുത്ത നിലപാട് അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട വിജയം. UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ച അദ്ദേഹം മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിച്ചു. ആ വോട്ട് രേഖപ്പെടുത്തി ഗംഭീര വിജയം ഉണ്ടാക്കി തന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും മറ്റ് അഭ്യുതകാംക്ഷികളായ മുഴുവൻ ജനങ്ങളുടെയും ആ സമീപനത്തിന് അവർക്ക് അദമ്യമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. കഴിഞ്ഞ 5 വർഷത്തിനിടെ LDF വേട്ടയാടിയ തന്നെ പോലൊരു ജനപ്രതിനിധി കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. എല്ലാ അർത്ഥത്തിലും തന്നെ അപകീർത്തിപ്പെടുത്താൻ LDF ശ്രമിച്ചുവെന്ന് കൊടിക്കുന്നിൽ ആരോപിച്ചു. സോളാർ വിഷയത്തിൽ നിരവധി ആരോപണങ്ങളുമായി LDF തന്നെ ഒരുപാട് വേട്ടയാടി. പാർലമെന്റ് ഇലക്ഷനിൽ താൻ വിജയിക്കുമെന്നറിയാവുന്ന LDF നേതൃത്വം വേട്ടപ്പട്ടിയെപ്പോലെ വേട്ടയാടി. എന്നെ നിരന്തരമായി വേട്ടയാടുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ 2 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതാണ് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ കരിവാരിത്തേക്കുകയും അതിന്റെ പേരിലില്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുകയും പോകുന്നിടത്തെല്ലാം തടയുകയും കരിങ്കൊടി കാണിക്കുകയും എന്റെ ഓഫീസിലേക്കും വീട്ടിലേക്കും മാർച്ചുകൾ നടത്തുകയും ചെയ്തുകൊണ്ട് പൊതുജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുവാനും അവമതിപ്പുണ്ടാക്കുവാനും വോട്ടർമാരുടെ ഇടയിൽ എനിക്കുള്ള മതിപ്പ് അതില്ലാതാക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായി. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ മുന്നണി ഇത്രയേറെ വേട്ടയാടിയ ഒരു ജനപ്രതിനിധി കേരളത്തിലുണ്ടോ എന്ന സംശയമാണ്. വ്യക്തിഹത്യയും സ്വഭാവഹത്യയും അപവാദ പ്രചരണങ്ങളും നടത്തി ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാമെന്നത് LDFന്റെ വ്യാമോഹം മാത്രമാണ്. മണ്ഡലത്തിലെ ഒരു വോട്ടറായ കലാകാരിയുടെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോയി എന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോൾ അവരുമൊത്ത് ആ ഫാമിലിയുമൊത്ത് ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം, ആ ചിത്രത്തിൽ ബാക്കിയുള്ളവരെയെല്ലാം വെട്ടിമാറ്റിയിട്ട് എന്നെയും കലാകാരിയും മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം ദേശാഭിമാനിയിലും കൈരളി ചാനലിലും പുറത്തുവിട്ട് അത് മറ്റു മാധ്യമങ്ങൾ അതേറ്റെടുത്ത് എന്നെ തേജോവധം ചെയ്യുകയാണ് ചെയ്തത്. ഒരു കാര്യം ഇവിടെ ഇടതുപക്ഷ മുന്നണി മനസ്സിലാക്കേണ്ടത്, CPM CPI നേതൃത്വം മനസ്സിലാക്കേണ്ടത്, വ്യക്തിഹത്യയും സ്വഭാവഹത്യയും നടത്തി അപവാദ പ്രചരണങ്ങൾ നടത്തി ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ജയിക്കാമെന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം UDF നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളുമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമായത്. മാവേലിക്കര മണ്ഡലം UDFന്റെ ഉറച്ച മണ്ഡലമല്ല. 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 4ഉം LDFന് മുൻതൂക്കമുള്ളതാണ്. കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി ഉണ്ടായിട്ടും LDFന് മുൻതൂക്കം ലഭിച്ചില്ല. കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തിൽ LDFന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. കൊട്ടാരക്കരയിലെ LDFന്റെ മുഖം വികൃതമായിക്കൊണ്ടിരിക്കുന്നു. LDF നേതൃത്വം വഹിക്കുന്ന താമരക്കുടി സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതി അതിന്റെ സെക്രട്ടറിയുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചു. LDF നേതൃത്വം അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയാണ്. LDF കൊട്ടാരക്കരയിൽ സാമൂഹ്യവിരുദ്ധന്മാരെയും അക്രമികളെയും കൊലപാതകികളെയും സംരക്ഷിക്കുന്ന ഒരു MLA മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വലിയ അവമതി ഉണ്ടാക്കിയിരിക്കുകയാണ്. MLA ആയിഷ പോറ്റിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അവർ തയ്യാറാകുന്നില്ല എന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ R ബാലകൃഷ്ണപിള്ളയ്ക്കുള്ള പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം മികച്ച പിന്തുണ നൽകിയെന്നും കൊടിക്കുന്നിൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ആറന്മുളയിൽ വിമാനത്താവളം വരുന്നതിൽ പ്രദേശവാസികൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ്. അതിന്റെ തെളിവാണ് ആന്റോ ആന്റണിയുടെ വിജയമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്ക് നേരെയുണ്ടായ നുണപ്രചരണങ്ങൾക്ക് വോട്ടിംഗിലൂടെ ജനം മറുപടി നൽകി. എയർപോർട്ട് നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്നും ഇതിന് അനുമതി നൽകിയവരാണ് സംഘപരിവാറുമായി പ്രവർത്തിച്ച് എതിർപ്രചരണം നടത്തുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഒരുപാട് അപവാദ പ്രചരണങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നടത്തുന്നതിന് വേണ്ടി പലരും ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നല്ല ഭൂരിപക്ഷത്തിൽ
അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ആറന്മുള എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രചാരങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് അക്ഷരാർത്ഥത്തിൽ ആറന്മുളക്കാർ അവിടെ തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾ അവിടെ ഒരു വികസന പ്രവർത്തനം വരുന്നതിന് അവരെതിരല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവിടെ കൊടുത്ത ഭൂരിപക്ഷം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു എയർപോർട്ട് ഇവിടെ കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇതുമായി മുമ്പോട്ട് പോകണം എന്ന അഭിപ്രായം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഈ ജില്ലയുടെ സമഗ്രമായ വികസനമാണ് അതിന്റെ പിന്നിൽ. എന്റെ മനസ്സിലുള്ള ആശയം അതുതന്നെയാണ്. തീർച്ചയായും ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുവാൻ വേണ്ടി പ്രചരണം നടത്തുന്നവരും പ്രവർത്തിക്കുന്നവരും ഒരുപക്ഷെ ഇതിന് എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഇന്ന് സംഘപരിവാർ പോലെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെതിരെ പ്രചരണം നടത്തുമ്പോൾ അവർ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പത്തനംതിട്ടക്കാരല്ലാത്തവരാണ് ഇവിടെ സമരം നടത്തുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊടിക്കുന്നിൽ സുരേഷിന്റെയും NK പ്രേമചന്ദ്രന്റെയും വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കൊട്ടാരക്കരയിൽ RSP കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. പിണറായി വിജയന്റെ പരനാറി പ്രയോഗത്തിൽ രൂക്ഷ വിമർശനമുയർത്തിയാണ് പ്രവർത്തകർ തെരുവിലേക്കിറങ്ങിയത്. കൊല്ലം മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട NK പ്രേമചന്ദ്രന്റെയും മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെയും വിജയങ്ങളിൽ ആഹ്ലാദാരവം മുഴക്കിയാണ് കൊട്ടാരക്കരയിൽ RSPയും കോൺഗ്രസ് അടക്കമുള്ള UDF പ്രവർത്തകരും തെരുവ് കൈയടക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പരനാറി പ്രയോഗത്തിൽ പ്രതിഷേധമുയർത്തിക്കൊണ്ടായിരുന്നു RSPയുടെ പ്രകടനം. ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരും ആഹ്ലാദത്തിന് ആവേശം കൂട്ടി. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ശക്തമായ ത്രികോണ മത്സരം നിലനിന്നിരുന്ന മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ആർക്കും ഉയർന്ന ഭൂരിപക്ഷം കിട്ടില്ലെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ 32,850 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കൊടിക്കുന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം കൊടിക്കുന്നിൽ സുരേഷിനെ പിന്തുണയ്ക്കുകയും പ്രചരണ പരിപാടികൾ നടത്തുകയും ചെയ്തിരുന്നു. മാവേലിക്കരയുടെ വികസനങ്ങൾ വീണ്ടും കൊടിക്കുന്നിൽ സുരേഷിന്റെ കൈകളിലൂടെ തന്നെ ാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുകയും ചെയ്തു. ഫലം പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ശരിയായി വന്നു. കൊല്ലം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വിജയത്തിൽ ആവേശം നിറഞ്ഞായിരുന്നു RSP പ്രവർത്തകരുടെ പ്രകടനം. NK പ്രേമചന്ദ്രന്റെ വിജയം പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും NK പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗം നടത്തിയ പിണറായി വിജയനെതിരെയും CPMനെതിരെയും അതിശക്തമായി മുന്നോട്ടു പോകുമെന്നും RSP ജില്ലാ കമ്മിറ്റി അംഗം BA ഷംസുദ്ദീൻ പറഞ്ഞു. ഈ വിജയം എന്തുകൊണ്ടും ഞങ്ങളെ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ഞങ്ങൾ കനത്തൊരു തിരിച്ചടി പിണറായിക്കും അതേപോലെ MA ബേബിക്കും അതേപോലെ CPMനും ഞങ്ങൾ കൊടുത്തതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ പരനാറി എന്ന് വിളിച്ച ഒരു അങ്ങേയറ്റത്തെ ഒരു തെറ്റായ ഒരു ഉച്ചാരണം നടത്തിയ പിണറായിക്കെതിരെ അതിശക്തമായിട്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് നീങ്ങും. പിണറായിയെ ഞങ്ങൾ അതുകൊണ്ടാണ് ഈ മുദ്രാവാക്യത്തിലൂടെ പരമ തെണ്ടി എന്ന് ഞങ്ങൾ ഉറക്കനെ തന്നെ വിളിക്കുന്നത്. അത് ഓരോരുത്തർക്കും പാഠമായിട്ടിരിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. BJPയുടെയും നരേന്ദ്രമോദിയുടെയും വിജയത്തിൽ ആവേശം പൂണ്ട് BJP RSS പ്രവർത്തകർ കൊട്ടാരക്കരയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. നരേന്ദ്രമോദി വിജയിയായി എന്ന വാർത്തയറിഞ്ഞതോടെ സംഘടിച്ചെത്തിയ RSS BJP പ്രവർത്തകർ പുലമൺ ജംഗ്ഷനിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു. ജാഥയിലുടനീളം ഇടതു വലതുപക്ഷങ്ങളുടെ അഴിമതി ആരോപിച്ച് മുദ്രാവാക്യമുയർത്തി. കൊട്ടാരക്കര പട്ടണം ചുറ്റിയെത്തിയ ആഹ്ലാദ പ്രകടനം മണികണ്ഠൻ ആൽത്തറയിൽ സമാപിച്ചു. തുടർന്ന് പാർട്ടി പ്രവർത്തകർ ആഹ്ലാദ നൃത്തമാടി. കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാനായില്ലെങ്കിലും വാരണാസിയിലെയും വഡോദരയിലെയും നരേന്ദ്രമോദിയുടെ വിജയം കേരളത്തിലെ RSS BJP പ്രവർത്തകർക്ക് ഊർജ്ജം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.
അഞ്ചൽ കളീക്കൽ വീട്ടിൽ +2 വിജയത്തിന്റെ ഇരട്ട മധുരം. +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഇരട്ട സഹോദരിമാരായ കാവ്യയും കീർത്തിയും അഞ്ചൽ സർക്കാർ ഈസ്റ്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. അഞ്ചൽ കളീക്കൽ വീട്ടിൽ ഡി കൃഷ്ണൻകുട്ടിയുടെയും സുജാകൃഷ്ണന്റെയും ഇരട്ടക്കുട്ടികളായ കാവ്യയ്ക്കും കീർത്തിക്കും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ആണ്. അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചാണ് വിജയത്തിന്റെ ഇരട്ടി മധുരം ഇവർ നേടിയത്. ഇവരുടെ പിതാവ് സൈനികനാണ്. കാവ്യയ്ക്കും കീർത്തിക്കും ഒരേ സ്വരത്തിൽ ലൈവ് വാർത്തയോട് പറയാനുണ്ടായിരുന്നത് തങ്ങൾക്ക് ഡോക്ടറാകണമെന്നാണ്. അവിടുത്തെ ടീച്ചേഴ്സ് അങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ +2 കഴിഞ്ഞ് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ഞങ്ങൾക്ക് പോകണമെന്നാണ് ആഗ്രഹം. ജീവിത ലക്ഷ്യം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് കാവ്യയും കീർത്തിയും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെന്മലയിൽ മിനി ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലോറി ഡ്രൈവർ പാവൂർ സത്രം സ്വദേശി ഗണേശനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കായ കയറ്റി വന്ന ലോറിയാണ് വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെ തെന്മല ഡാം റോഡിലെ താഴ്ചയിലേക്ക് മറിഞ്ഞത്. വലിയ വളവിൽ ലോറി നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് 20 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേ സ്ഥലത്ത് മുൻപും പലതവണ ചരക്ക് ലോറികൾ മറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല ഒറ്റക്കല്ലിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കുട്ടിക്കൊമ്പൻ വീടും കൃഷിയിടവും നശിപ്പിച്ചു. പകൽ സമയത്ത് സൌരോർജ്ജ വേലി കടന്നാണ് കാട്ടുകൊമ്പൻ നാട്ടിലേക്ക് ഇറങ്ങിയത്. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ കാട്ടുകൊമ്പൻ പരാക്രമം നടത്തിയത്. സമീപത്തെ വീടിന് മുകളിലേക്ക് തെങ്ങ് കുത്തിമറിച്ചിട്ട കൊമ്പൻ പ്രദേശത്തെ കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷന് സമീപം ലൂയിസിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. വനാതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന സൌരോർജ്ജ വേലി തകർത്താണ് ജനവാസ മേഖലയിലേക്ക് കാട്ടുകൊമ്പൻ കടന്നത്. പകൽ സമയങ്ങളിൽ വേലി ചാർജ് ചെയ്യാറില്ല. ആന ഇറങ്ങിയതറിഞ്ഞ് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ പടക്കങ്ങൾ പൊട്ടിച്ചും ചെണ്ട കൊട്ടിയും വനത്തിലേക്ക് ഓടിച്ചു. എന്നാൽ തിരികെ എത്തിയ കൊമ്പൻ വീണ്ടും പ്രദേശത്ത് നാശം വിതച്ചു. മേഖലയിൽ പുലിയുടെ ശല്യം സഹിക്കവയ്യാതെയിരിക്കുന്ന സാഹചര്യത്തിലാണ് സോളാർ ഫെൻസിംഗിന് അനുമതി ലഭിച്ചത്. എന്നാൽ സൌരോർജ്ജ വേലികളിൽ ആശ്വാസം പ്രകടിപ്പിച്ചിരുന്ന നാട്ടുകാർക്ക് സംഗതി തിരിച്ചടിയായിട്ടുണ്ട്. ഫെൻസിംഗ് കൊണ്ട് പ്രയോജനമില്ല എന്ന അഭിപ്രായമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. 2 തെങ്ങ് തള്ളിയിട്ടു, പെരയുടെ പുറത്തോട്ട് വീണു. പെരയുടെ പുറത്ത് വീണ് ആസ്പെറ്റോസ് എല്ലാം പോയി, ഭിത്തിയെല്ലാം ഇടിഞ്ഞ് നശിച്ചു പോയി. ഞങ്ങൾക്ക് പിന്നെ ഇനി അതിനകത്ത് താമസിക്കാൻ വയ്യാത്ത രൂപത്തിലായി. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുക. വേലി കെട്ടിട്ടോ? വേലി അവിടെ സോളാറിന്റെ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലോ എന്ന് ഓർത്തു ആ ഭയമില്ലാതെ ഞങ്ങൾ ഒത്തിരി നാൾ കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരുന്നു. അത് കമ്പിയോ എതിരെ കയറി ആ കമ്പിയെല്ലാം തള്ളി വെച്ചാൽ കയറി വന്ന് ഈ ഉപദ്രവം ചെയ്തേക്കുന്നത്. ആ കമ്പി കൊണ്ട് അന്നേരം പ്രയോജനമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ന്യൂസ് ബ്യൂറോ, തെന്മല. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കി കിഴക്കൻ മേഖലയുടെ അഭിമാനമാവുകയാണ് അഞ്ചൽ ഈസ്റ്റ് സർക്കാർ സ്കൂളിലെ നീരജ മോഹൻ. 1200-ൽ 1200 മാർക്കും നേടിയാണ് നീരജ തന്റെ പഠന മികവ് തെളിയിച്ചത്. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ ജില്ലയിലെ 6 പേരിൽ ഒരാളായതിന്റെ സന്തോഷത്തിലാണ് അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി നീരജ മോഹൻ. സ്കൂളിനും കിഴക്കൻ മേഖലയ്ക്ക് തന്നെയും അഭിമാനമായ നീരജ തന്റെ വിജയം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായി സമർപ്പിച്ചു. അധ്യാപകരുടെ സ്വാധീനമാണ് തന്റെ വിജയത്തിന്റെ പ്രധാന ഘടകമെന്ന് നീരജ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഇങ്ങനൊരു നേട്ടം ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന അവസരങ്ങളെല്ലാം ഉണ്ടാക്കി തന്നതിന് ആദ്യം അച്ഛനോട് അമ്മയോട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിലെ അപ്പോൾ അവിടുത്തെ അധ്യാപകരെന്ന് പറഞ്ഞാൽ നമുക്കൊരു മാനസികമായ പിന്തുണയും കൂടി തന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്താലും അതിനോടൊപ്പം നമ്മുടെ ടീച്ചർമാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഒരു സമീപനവും അവരുടെ ഇടപെടലുകളും നമ്മളെ വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ ഇടപെടലും കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മകളുടെ മികച്ച വിജയത്തിന്റെ മധുരം ആവോളം നുകരുകയാണ് നീരജയുടെ മാതാപിതാക്കൾ. നീരജയുടെ മാതാപിതാക്കളായ മോഹൻകുമാറും പത്മകുമാരിയും അധ്യാപകരാണ്. കുട്ടിക്കാലം മുതൽ ഏറ്റെടുക്കുന്ന ദൌത്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്ന ആഗ്രഹം പുലർത്തുന്ന നീരജയുടെ അഭിമാനകരമായ വിജയത്തിന് സഹായിച്ച അധ്യാപകർക്ക് പിതാവ് മോഹൻകുമാർ നന്ദി പറഞ്ഞു. സേവനത്തിന്റെ പാതയിലൂടെ ഒരു നല്ല ഡോക്ടർ ആകാനുള്ള ഒരുക്കത്തിലാണ് ഈ വിദ്യാർത്ഥിനി. ഇതിനായി മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നീരജ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഹ്ലാദാരവങ്ങൾ കെട്ടടങ്ങുന്നില്ല. NK പ്രേമചന്ദ്രന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF പ്രവർത്തകർ അഞ്ചലിൽ പ്രകടനം നടത്തി. ദേശീയ തലത്തിലെ BJPയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പനയഞ്ചേരിയിൽ പ്രവർത്തകർ പായസ വിതരണം നടത്തി. കൊല്ലം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് UDF പ്രവർത്തകർ അഞ്ചലിൽ പ്രകടനം നടത്തിയത്. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു.
അഞ്ചൽ ടി സജീവൻ, തോയ്ത്തല മോഹനൻ, അഖിൽ രാധാകൃഷ്ണൻ, ഹരി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ദേശീയ തലത്തിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പനയഞ്ചേരിയിൽ ബിജെപി പ്രവർത്തകർ പായസ വിതരണവും നടത്തിയിരുന്നു. ഇതിന്റെ ആഹ്ലാദ പ്രകടനമായി ഞങ്ങൾ പനയഞ്ചേരിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. പായസം വയ്ക്കുന്നു, അതേപോലെയുള്ള ബൈക്ക് റാലികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനങ്ങളിലാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ വിജയത്തിലൂടെ ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. ആറന്മുള വിമാനത്താവളവും കസ്തൂരിരംഗൻ വിഷയവും UDFന് എതിരാകുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. UDF പാളയത്തിൽ നിന്ന് LDFിലെത്തിയ മുൻ DCC പ്രസിഡന്റ് ഫിലിപ്പോസ് തോമസിന് പഴയ സഹപ്രവർത്തകനും നിലവിലെ MPയുമായ ആന്റോ ആന്റണിയോടാണ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. BJP സ്ഥാനാർത്ഥി MT രമേശ് അതിശക്തമായ മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഇവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന പ്രതീതി പോലും ചില ഘട്ടത്തിൽ ഉയർന്നിരുന്നു. വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും ആന്റോ ആന്റണി വ്യക്തമായ ഭൂരിപക്ഷം നിലനിർത്തുകയും ചെയ്തു. സംസ്ഥാനതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട. ആറന്മുള വിമാനത്താവള വിഷയവും കസ്തൂരിരംഗൻ വിഷയവുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തത്. ആറന്മുള വിമാനത്താവള വിഷയത്തിന്റെ പേരിൽ വിവാദക്കുരുക്കിൽപ്പെട്ട ആന്റോ ആന്റണി പരാജയപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഇടതുമുന്നണിയും BJPയും. എന്നാൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ആന്റോ ആന്റണിക്ക് 11,000-ൽ പരം വോട്ടുകളാണ് ലഭിച്ചത്. ഇത് LDFനും BJPക്കും വൻ തിരിച്ചടിയായി. കസ്തൂരിരംഗൻ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട റാന്നി, കോന്നി, കാഞ്ഞിരപ്പള്ളി എന്നീ നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് നേടാൻ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയ കാലയളവ് മുതൽ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും സ്വന്തം പാളയത്തിൽ നിന്നു തന്നെ അദ്ദേഹത്തിന് വെല്ലുവിളി നേരിടേണ്ടി വന്നു. രാഷ്ട്രീയ എതിരാളികളുടെയും സ്വന്തം പാളയത്തിലെയുമെല്ലാം വിമർശനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് 1,00,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആന്റോ ആന്റണി വിജയിച്ചത്. BJP സ്ഥാനാർത്ഥി MT രമേശിന്റെ വോട്ടിംഗ് നിലയിലെ വർധനവും ഇടതു വലത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. 1,38,954 വോട്ട് നേടിയ MT രമേശ് BJPയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മൂല്യമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് UDF വിട്ട് LDFിലെത്തിയ ഫിലിപ്പോസ് തോമസിനെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ അംഗീകരിക്കാതിരുന്നത് ഇടതുമുന്നണിക്ക് വൻ തിരിച്ചടിയായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ ടൌണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. നടപടിയെടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഉറപ്പ്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രി, ഫയർ സ്റ്റേഷൻ, മാർക്കറ്റ്, പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായത്. കഴിഞ്ഞ വാരത്തിൽ പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ കയറിയ തെരുവുനായ പോലീസുകാരെ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. 3 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. തെരുവുനായകളെ പിടികൂടാൻ നിയമം അനുവദിക്കാത്തതാണ് പഞ്ചായത്തിന്റെ മുന്നിലെ ഏക തടസ്സം. ദിനേന ആയിരക്കണക്കിന് പേർ വന്നുപോകുന്ന പട്ടണത്തിൽ തെരുവുനായകളുടെ ആക്രമണ ഭീഷണി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് സമിതി യോഗത്തിൽ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് തീരുമാനമെടുത്തിരുന്നു. ഇത് ഒരാഴ്ചയ്ക്കകം നടപ്പിലാക്കുമെന്ന് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലത ലൈവ് വാർത്തയോട് പറഞ്ഞു. ടൗണുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ്, ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള തെരുവുനായ്ക്കളുടെ ശല്യം അതിനൊരു സ്ഥായിയായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതിനുചിതമായ ഒരു നടപടി ഈ ആഴ്ചയിൽ തന്നെ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വിജയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. തെരഞ്ഞെടുപ്പ് ഫലം ശുഭകരമല്ലെങ്കിലും തോൽവിയിലും ജയം കണ്ടെത്തുകയാണ് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണി പ്രവർത്തകർ. UDF ഭരണത്തിലുള്ള ആര്യങ്കാവിൽ ഇടതുമുന്നണിക്കാണ് ഇത്തവണ മുൻതൂക്കം ലഭിച്ചത്. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടെങ്കിലും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ 517 വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുമുന്നണിക്കുണ്ട്. പഞ്ചായത്തിലെ മിക്ക ബൂത്തുകളിലും LDF വ്യക്തമായ ഭൂരിപക്ഷം നേടി. ആര്യങ്കാവ് പഞ്ചായത്തിൽ മാത്രം 3260 വോട്ടുകളാണ് ഇടതുമുന്നണിക്ക് നേടാനായത്. UDFന് 2743 വോട്ട് മാത്രമാണുള്ളത്. BJP 414 വോട്ടിൽ സംതൃപ്തരായി. ഇടപ്പാളയത്ത് 1 വോട്ടിന്റെയും അച്ചൻകോവിലിൽ 9 വോട്ടിന്റെയും ആര്യങ്കാവിൽ 339 വോട്ടിന്റെയും ഭൂരിപക്ഷം ഒഴിച്ചാൽ മറ്റെല്ലാ ബൂത്തുകളിലും LDF വ്യക്തമായ മേൽക്കൈ നേടിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 9 വോട്ടിന്റെ ഭൂരിപക്ഷം ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ നേടിയിരുന്നു. എന്നാൽ ഇത്തവണ പഞ്ചായത്ത് UDF ഭരിച്ചിട്ടും ഭൂരിപക്ഷമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആര്യങ്കാവ് പഞ്ചായത്തിൽ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് തർക്കങ്ങളാണ് ഇതിന് കാരണമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. LDF സ്ഥാനാർത്ഥിയുടെ പരാജയം അംഗീകരിക്കുന്നുവെന്നും എന്നാൽ തോട്ടമേഖല ഉൾപ്പെടുന്ന ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം ഉയർത്താൻ സാധിച്ചതിൽ തൃപ്തിയുണ്ടെന്നും CPI നേതാവ് H അബ്ദുൽ ഖാദർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ആര്യങ്കാവ് പഞ്ചായത്തിൽ LDFന് എല്ലാ വാർഡിലും മുൻതൂക്കമുണ്ട്. അച്ചൻകോവിലൊരു വാർഡ്, ആര്യങ്കാവിലൊരു വാർഡും ഒഴിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ വാർഡിലും LDFാണ് മുൻതൂക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ പ്രവർത്തനവും അതോടൊപ്പം തന്നെ
തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരന്തരം മാനേജ്മെന്റുമായിട്ടുള്ള സമരങ്ങളിലും ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തോട്ടം മേഖലയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ശക്തമായി പ്രതിഫലിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷങ്ങളാണ് വാർഡ് തലത്തിൽ നോക്കുമ്പോൾ LDF-ന് കിട്ടിയിട്ടുള്ളത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടും LDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുമാണ് ആര്യങ്കാവിൽ ലീഡുണ്ടായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് ആര്യങ്കാവ് മേഖലയിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നിരവധി ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് പള്ളി വികാരി പ്രസംഗിച്ചതും തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിച്ചു. ഇത് പരിഹരിക്കാൻ UDF നേതാക്കൾക്ക് കഴിഞ്ഞതുമില്ല. തിരഞ്ഞെടുപ്പ് ദിവസം ചില പോളിംഗ് സ്റ്റേഷനുകളിൽ UDF-ന് ഇൻ ഏജന്റ് ഇല്ലായിരുന്നുവെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ നിരവധി കാരണങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവിൽ അരങ്ങേറിയിരുന്നു. എന്നാൽ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് സമിതിയോടുള്ള അതൃപ്തിയാണ് ആര്യങ്കാവിൽ ഇടതുമുന്നണിക്ക് ലീഡുണ്ടാക്കാൻ കാരണമാക്കിയതെന്നും വിലയിരുത്തലുണ്ട്. ഈ വാർഡുകളിലെല്ലാം കോൺഗ്രസിന്റെ മെമ്പർമാരാണ് ഭരിക്കുന്നത്. ഈ പഞ്ചായത്തിലെ അഴിമതിയും സ്വജനപക്ഷപാതവും തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള നാട്ടുകാർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ റോഡും കുടിവെള്ള പദ്ധതികളും ഉണ്ടാക്കി പണം തട്ടുക എന്നുള്ള ഒരു യാഥാർത്ഥ്യബോധം ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളതെന്ന്. CPI-യും CPM-ഉം തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത പരിഹരിച്ച് തോട്ടമേഖലയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതും ഇവിടെ ലീഡ് ഉയർത്താൻ കാരണമായെന്ന് CPM കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. സുരേഷ് പറഞ്ഞു. ജില്ലയിൽ പുറകോട്ടടി സംഭവിച്ചെങ്കിലും കിഴക്കൻ മലയോര മേഖലയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. അതുമാത്രമല്ല, തോട്ടം തൊഴിലാളികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ, പഞ്ചായത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ, ഇതെല്ലാം തന്നെ ഈ വോട്ടിംഗ് നിലവാരത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ തങ്ങൾക്ക് 763 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ പാർട്ടി ഓഫീസുകളിൽ വോട്ടിംഗ് കണക്കുകളുടെ ചൂടേറിയ ചർച്ചകൾക്ക് തിരിതെളിയുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. RSPയും UDF-ഉം തമ്മിലുണ്ടാക്കിയ രാഷ്ട്രീയ ഐക്യം ജനം സ്വീകരിച്ചതിന്റെ തെളിവാണ് കൊല്ലത്തെ വിജയമെന്ന് NK പ്രേമചന്ദ്രൻ. കഴിഞ്ഞ 5 വർഷത്തിനിടെ LDF വേട്ടയാടിയ തന്നെ പോലൊരു ജനപ്രതിനിധി കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. എല്ലാ അർത്ഥത്തിലും LDF അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചെന്നും കൊടിക്കുന്നിൽ. ആറന്മുളയിൽ വിമാനത്താവളം വരുന്നതിൽ പ്രദേശവാസികൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ്. ആന്റണിയുടെ വിജയം അതിന്റെ തെളിവെന്നും അടൂർ പ്രകാശ്. തെരഞ്ഞെടുപ്പ് ഫലം CPM-ന്റെ വല്യേട്ടൻ മനോഭാവത്തിന്റെ സംഭാവനയെന്ന് RSP. ഇടതുകക്ഷികൾ ബദൽ രാഷ്ട്രീയത്തിനായി ശ്രമിക്കണമെന്നും RSP. പത്തനാപുരം താലൂക്ക് സമാജം തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച. നിലവിലെ ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനെതിരായ ശക്തമായ നീക്കമെന്ന് കർമ്മസമിതി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.